എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ചവിട്ടി താഴ്ത്തുന്നുണ്ട്, എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ ആ കാലും കൂടെ പൊക്കിക്കൊണ്ടാ വരുന്നത്, ശരിയല്ലേ? ആ കാലൊന്ന് മാറ്റാവാം. ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാവാം. ഞാൻ ചവിട്ടി താഴ്ത്തി ഇതിനെ. ഇതൊരു സ്പ്രിങ് ആക്ഷനാ. ഞാൻ കാലെടുത്ത ഇത് പൊങ്ങി വരും. ഓക്കെ അല്ലേ? അപ്പൊ മേഡം ഇങ്ങനെ ഉയർത്താൻ നോക്കിയാൽ അതിനൊരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. മേഡം വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് പൊങ്ങി വരും. ഓക്കെ, ഇങ്ങനെ ഒരിക്കലും പൊങ്ങരുത്. ചവിട്ടി പിടിക്കുക, ഉപ്പൂറ്റിയിൽ ഹോൾഡ് ചെയ്തോണം. അടുത്ത് ഈ പത്തി കൊണ്ട് റിലീസ് ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ വിചാരിക്കാതെ ഇത് വരില്ല. ഇനി ചവിട്ടിക്കാൻ മേഡം ഒന്ന് റിലീസ് ചെയ്യുന്ന നോക്കിയാൽ ഇത് അത്രേ ഉള്ളൂ. അവിടെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം. ഞാൻ വിചാരിക്കുന്നിടത്ത് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലച്ചിൽ ആ വണ്ടിയുടെ മൂവ്മെന്റ് ഇരിക്കുന്നത്. മൂവ് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ഇത്രയും മൂവ്മെന്റ് വേണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ ക്ലച്ച് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ പിടിക്കുന്ന ഇത്രയും കാലം മേഡത്തിന് അതിനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഈ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതിനൊരു ഇതുണ്ടല്ലോ. നമുക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ കുറച്ചു നേരം ഹോൾഡ് ചെയ്യാം, അത് കഴിയുമ്പോൾ താഴേക്ക് പോകും, ടയേർഡ് ആവും നമ്മൾ. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനാണ് ഉപ്പൂറ്റി നിലത്തുള്ളത്രയും കാലം ഫോഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് സപ്പോർട്ട് ഉണ്ട് ഈ കാലയിൽ. ഇത്രയും മതി എന്ന് ഞാൻ വിചാരിച്ചു, ഇത്രയും മതി. പിന്നെ അത് റിലീസ് ആവില്ല. മനസ്സിലാവുന്നുണ്ട്? ചവിട്ടുന്ന എങ്ങനെ വേണേ ചവിട്ടിക്കും, താഴ്ത്തിക്കും അതിനെ. പക്ഷെ റിലീസ് ചെയ്യുമ്പോൾ പത്തി കൊണ്ടേ റിലീസ് ചെയ്യാവുള്ളൂ. പത്തിക്ക് റിലീസ് ചെയ്യാവുന്ന അത്രയും റിലീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ആവശ്യമില്ലെങ്കിൽ അതിനെ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞേക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി ചവിട്ടിക്കാൻ, പിന്നെ ഒന്ന് റിലീസ് ചെയ്ത് ആ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ആ കാലിറക്കി മാറ്റിക്കോ. അതേ ഒന്ന് പതിയെ മേഡം വേണം ഇങ്ങനെ എടുത്തു മാറ്റിക്കോ ആ കാല്. ഓക്കെ ആണോ? വീണ്ടും ആ ക്ലച്ചൊന്ന് ചവിട്ടിക്കും. ഓക്കെ, പിന്നെ ഒന്ന് റിലീസ് ചെയ്ത് നോക്കിക്കും. ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് മാറ്റിയേക്കും. പിടി കിട്ടുന്നുണ്ട്. വൺസ് മൂവ്മെന്റ് കിട്ടിയാൽ മേഡത്തിന് അതിനെ ഈസി ആയിട്ട് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, മേഡത്തിന് മൂവ്മെന്റ് ഇല്ലാത്ത ഇത്രയും കാലം അതിനെ ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്തെടുക്കാവുള്ളൂ. മൂവ്മെന്റ് വരുന്നത് നമ്മുടെ ഹൃദയടിപ്പ് പോലെ മനസ്സിലാക്കി വേണം വണ്ടിയെ നീക്കിയെടുക്കാൻ. ഓക്കെ, മേഡത്തിന് എവിടെയെങ്കിലും ഇതിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്ന ഈ വണ്ടിയെ ആ ക്ലച്ചിൽ അതുപോലെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനെ ഫുള്ള് റിലീസ് ചെയ്ത് കൊടുക്കരുത് ഒരിക്കലും. എപ്പോൾ മേഡത്തിന് റൺ ചെയ്യാമെന്ന് തോന്നുന്നു അപ്പോഴേ അതിനെ റിലീസ് ചെയ്ത് കൊടുക്കാവുള്ളൂ മുഴുവനായിട്ട്. ഓക്കെയാണ്? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു മാനുവൽ ഗിയർ ഉള്ള വണ്ടിക്ക് ക്ലച്ചാണ് അതിന്റെ മെയിൻ. അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ മേഡത്തിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലമൊന്നും അല്ല, കയറ്റവും ഇറക്കവും എല്ലാമാണ്. ക്ലച്ച് ഹോൾഡ് ചെയ്യാൻ അറിയാൻ മേലെ മേഡത്തിന് ഇത് ഓടിച്ചു പോകാൻ പറ്റും. ഓടിച്ചു പോവാം, അതായത് നേരെ ഓടിച്ചങ്ങ് പോവാം. ഒരു സ്ഥലത്ത് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോകേണ്ടി വന്നാൽ മേഡം പെടും. ശരിയാണ്? ബ്രേക്ക് ഒന്ന് ചവിട്ടിക്കാം മേഡം. വെറുതെ ആക്സിലേറ്ററിലേക്ക് ഒന്ന് കാല് കൊണ്ടുവന്നേ, ബ്രേക്കിലേക്ക് ഒന്ന് വന്നേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്നേ. ഓക്കെയാണ്? അത് പ്രോപ്പറായിട്ട് തന്നെ ചവിട്ടുന്നത്. ആക്സിലേറ്റർ അത്രയും ഫോഴ്സ് വേണ്ടെന്നേ ഉള്ളൂ. വേണ്ടി ഇപ്പൊ ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുത്തേ. സ്വയമേ തന്നെ തോന്നില്ലേ വണ്ടി വയലന്റ് ആയിട്ടല്ലേ ഒച്ച കേൾക്കുന്നത്? അതിനർത്ഥം അത്രയും നമ്മൾ താഴ്ത്തുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. കണ്ട, അത് നമുക്ക് മൂവ്മെന്റിനനുസരിച്ചാണ് ചവിട്ടി താഴ്ത്തണോ വേണ്ടേ. ഒരിക്കലും അതിനെ ചവിട്ടി താഴ്ത്തേണ്ടി വരില്ല. സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒന്നുകൂടെ ബ്രേക്കിലേക്ക് വന്ന് വേണം. പിന്നെ ക്ലച്ചും ചവിട്ടിക്കാൻ. ഒന്നുകൂടെ റിലീസ് ചെയ്തേ, ഫുള്ളായിട്ട് റിലീസ് ചെയ്തേ മേഡം. പിന്നെ ക്ലച്ചും ചവിട്ടിക്കാൻ. ഇത്ര സമയം കളയാനും ഇല്ല. ഒരു ഗിയർ ചേഞ്ചിങ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ഈ കാലെടുത്ത് അതിൽ ഹോൾഡ് ചെയ്ത് ചവിട്ടി താഴ്ത്തുന്ന അത്രയും സമയം നമുക്ക് വേസ്റ്റാണ്. അത് കുറച്ചുകൂടെ ക്യുക്കായിരിക്കണം. ഗിയർ ചേഞ്ചിങ്ങിനാണെങ്കിൽ അതിലുള്ള ചവിട്ട് ക്യുക്കായിരിക്കണം. ഒന്നുകൂടെ റിലീസ് ചെയ്തേ മേഡം. ഒന്നുകൂടെ ചവിട്ടിക്കാൻ. കണ്ട, അത്ര സ്പീഡായിരിക്കണം. കാലിന് ഫ്ലോറിൽ ഇരുന്നാലും ആ ചവിട്ട് ക്യുക്കായിരിക്കണം. മേഡം ഈ ഇടത്തെ കാല് മുന്നിലേക്ക് എടുത്താൽ അത് ക്ലച്ചിലേക്ക് കിട്ടത്തുള്ളൂ. ഒന്ന് മാറ്റിക്കുക കാല്, ഇനി ക്ലച്ചൊന്ന് ചവിട്ടിക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. കണ്ട, അത് കുറച്ചുകൂടി സ്പീഡാക്കാൻ പറ്റും. ഒന്നുകൂടെ കാലെടുത്ത് മേഡം. ഒന്നുകൂടെ ചവിട്ടിക്കുക. ഒന്നുകൂടെ റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തൂക്കരുത്. ഒന്നുകൂടെ ചവിട്ടും. ആ പത്തിയുടെ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ കാല് താഴേക്ക് വലിച്ചു കളഞ്ഞേരം, അല്ലെങ്കിൽ എടുത്ത് മാറ്റിക്കും. പിന്നെ ചവിട്ടിക്കുക. ഇപ്പോഴും ഒന്ന് കണ്ടതേ തൊട്ടിട്ട് പിന്നെ ചവിട്ടി താഴ്ത്തുക ചെയ്യുന്നത്. ഒന്നുകൂടെ റിലീസ് ചെയ്യും. ഇതൊന്നും ഞാൻ ഒരു കുറ്റമായിട്ട് അറിയില്ല. ചില സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ സഡൻ റിയാക്ട് ചെയ്യേണ്ടി വരും. ഇന്നും ചവിട്ടിക്കും മേഡം. ആ കാല് മുന്നിൽ പോയാൽ അത് ക്ലച്ചാണ്. ഓക്കെ, അതിന് വേണ്ടി എക്സ്ട്രാ തപ്പേണ്ടി വരില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ റൈറ്റ് ലെഗ് ഉണ്ടല്ലോ, അത് എപ്പോഴും ബ്രേക്കിന് മേളിലാണ് നമ്മൾ പൊസിഷൻ ചെയ്യുന്നത്. ശരിയല്ലേ? ആക്സിലേറ്റർ വേണ്ടപ്പോൾ മേഡം ചെയ്യുന്ന പോലെ ആക്സിലേറ്ററിലേക്ക് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതും ശരിയാണ്. പക്ഷെ ആ കാല് പിന്നെ ഫ്ലോറിൽ വെക്കരുത്. ക്ലച്ചിന്റെ കാല് നമ്മൾ ഫ്ലോറിൽ വെക്കുന്നുണ്ട്. ആ കാല് ഫ്ലോറിൽ ഇറങ്ങരുത്. ആ കാല് ഫ്ലോറിൽ ഇറങ്ങണമെങ്കിൽ ഈ വണ്ടി ഓടാതെ ഹാൻഡ് ബ്രേക്കിലായി ന്യൂട്രലിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ആ കാല് ഫ്ലോറിൽ ഇറക്കാവുള്ളൂ. ഓക്കെയാണ്? പാർക്കിംഗ് കണ്ടീഷനിൽ മാത്രം. അല്ലെങ്കിൽ മേഡത്തിന്റെ കാല് ബ്രേക്കിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം എപ്പോഴും. കാരണം നമ്മൾ ഇതിൽ സ്കില്ലുള്ള ആളൊന്നുമല്ല. നമുക്ക് മറവി ഉണ്ടാവാം. മനുഷ്യനാ. പുറത്ത് എന്തെങ്കിലും കാഴ്ചയിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോഴായിരിക്കും ഇതിൽ കാല് അറിയാതെ എടുക്കുന്നത്. വണ്ടി മുന്നോട്ടോ പുറകോട്ടോ പോയാൽ ഒരാൾക്കെടുത്ത് തട്ടും. ശരിയല്ലേ? കംഫർട്ടാണ്. ക്ലച്ച് ഒന്ന് ചവിട്ടിക്കാം.
ഫസ്റ്റ് ഗിയർ എന്നിട്ട് നോക്കിയാൽ മാഡം, സെക്കൻഡ് ഗിയർ എന്നിട്ട് നോക്കിയാൽ. ഇപ്പൊ മാഡം വിരൽ കൊണ്ടല്ലേ അതിനെ പിടിച്ച് നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വിരല് തെന്നാം, വിരലിന് പെയിൻ എടുക്കാം, ഷാർപ്പായിട്ട് അത് വീഴാതിരിക്കാൻ ചിലപ്പോൾ തേർഡ് ഗിയറിലേക്ക് ഒന്ന് മറിക്കും, ഫോർത്ത് ഗിയറിലേക്ക് ഒന്ന് മറിക്കും, സെക്കൻഡ് ഗിയറിലേക്ക് ഒന്ന് മറിക്കും. ഫുൾ മസിൽ പവറിൽ തന്നെ അല്ലേ ചെയ്തത്. ഈ സീറ്റും ശരീരം വരെ അനങ്ങിയില്ലേ. ഞാൻ കളിയാക്കുന്നതായിട്ടൊന്നും തോന്നല്ല. ഒന്ന് ന്യൂട്രലാക്കി കേട്ടോ, ഒന്ന് ഫസ്റ്റ് ഗിയർ എന്നിട്ട് നോക്കി. വിരലൊടിഞ്ഞ ഇല്ല, അവിടെ ഇരിക്കാതിരിക്കാനാ പറഞ്ഞത്. നിവർത്തി വയ്ക്കുമ്പോൾ ഓർത്തോണം, മുന്നിലേക്ക് പോകുമ്പോൾ മുട്ടും അവിടെ. സെക്കൻഡ് ഗിയറിലേക്ക് ഒന്ന് മാറിക്കാം. അത് സെക്കൻഡ് ഗിയർ അല്ല. ഓക്കെ, തേർഡ് ഗിയറിലേക്ക് ഒന്ന് മാറിക്കാം. നമ്മുടെ ഈ തമ്പ് കണ്ട, ഇതെന്തിനാന്ന് വെച്ചാൽ അതിനെ പൊസിഷൻ ചെയ്യാനാ. ഗിയറിനെ ഫസ്റ്റിലേക്ക് മാറണമെങ്കിൽ ഇങ്ങോട്ട് മാറണമല്ലോ, അതിനാ ഈ വിരല്. ഈ വിരല് കൊണ്ട് നമുക്ക് മാറ്റാം. കണ്ട, ഹോൾഡ് ചെയ്യാം. നമുക്ക് ബലം കിട്ടുന്ന വിരൽ എപ്പോഴും ഇതായിരിക്കും. ന്യൂട്രലായിരിക്കും മാഡം, ഫസ്റ്റ് ഗിയർ എന്നിട്ട്. അത്രേ ഉള്ളൂ. കണ്ട, ആ ഒരു വിരലിന്റെ ലോക്കിൽ നമുക്ക് മാറ്റാൻ പറ്റും അതിന്. സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ഈ വിരലിൽ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ആ പൊസിഷനിൽ തന്നെ അത് ബാക്കിൽ വരും. സെക്കൻഡ് എന്നിട്ട് നോക്കിയാൽ മാഡം, കണ്ട, സെക്കൻഡേ വീഴുള്ളത്. കൈയൊന്ന് വിട്ട് നോക്കണ്ട. ഇവിടെ ഞാനൊരു ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട്, എനിക്ക് അതിനൊന്ന് സെക്കൻഡ് ആക്കി തന്നാൽ മതി. കണ്ട, ഇനി സെക്കൻഡ് തെറ്റില്ല ഒരിക്കലും. കൈവിട്. ഞാനൊരു ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട്, മാഡം ഒന്ന് സെക്കൻഡ് ആക്കി തന്നാൽ മതി എനിക്ക്. കറക്റ്റ് അല്ലേ? ഉറപ്പാണ്. ന്യൂട്രൽ ഒന്ന് ആക്കിക്ക്, കൈ ഒന്ന് വിട്ട്, ഇനി സെക്കൻഡ് ഗിയർ എന്നിട്ട്. ഓക്കെ, ന്യൂട്രലാക്കിക്ക്. ആ ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് പൊസിഷൻ മാറ്റി തന്നെ മാഡം ഇടണം. ഓക്കെ ആണ്. ഇനി ഇതിട്ട് നോക്കരുത്. ഞാൻ ഒരു ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ട്, എനിക്കൊന്ന് ന്യൂട്രലാക്കി തന്നാൽ മതി. അത് ആണോ? അതൊരു ഗിയറില്ല. ആ, ഒന്നുകൂടെ വേറെ എവിടെയെങ്കിലും നോക്കിയോ, ഒന്ന് ന്യൂട്രലാക്കി തന്നാൽ മതി. എന്തിനാ പിന്നെ മാറ്റുന്നത്? എന്തിനാ? ഞാൻ സോറിയുടെ ആവശ്യമൊന്നുമില്ല, ചുമ്മാ വേറെ എവിടെയെങ്കിലും നോക്കിയോ, ഒന്ന് ന്യൂട്രലാക്കി തന്നാൽ മതി. ഓക്കെ, വേറെ എവിടെയെങ്കിലും നോക്കിയോ, ഒന്ന് ന്യൂട്രലാക്കി തന്നാൽ മതി. ആണോ? നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മാഡം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിലേക്ക് പോയാണ് കയ്യിൽ ആ ലിവർ കിട്ടുന്നതെങ്കിൽ അതിനകത്ത് ഒരു ഗിയറിലാണ്. മുന്നിലേക്ക് ഒരു തവണ പോയാൽ ന്യൂട്രലായി, പിന്നെ ഒന്നുമില്ല. മാഡം നേരെ ഫ്രണ്ടിൽ തന്നെ അതിനെ കിട്ടുന്നുണ്ട്, ഡയറക്റ്റ് കൈ വെക്കുമ്പോൾ കിട്ടുന്നുണ്ട്, അത് ന്യൂട്രലായിരിക്കും. മുന്നിലേക്കൊന്നും ആഞ്ഞിട്ടാ കിട്ടുന്നത്, അതൊരു ഗിയറിലായിരിക്കും. ഒന്ന് ഡൗൺ ചെയ്താൽ ന്യൂട്രലായി. മാഡം അങ്ങോട്ട് നോക്കി, ഒന്ന് കൈ വെച്ച വെറുതെ ലിവറിൽ, പിന്നെയും നല്ല കിട്ടിയത്. ഒരു തവണ മുന്നിലേക്ക് പോയാൽ ന്യൂട്രലായി വണ്ടി. വെറുതെ ഒന്ന് കൈ വെച്ച് സെന്ററിൽ കിട്ടിയില്ല, കറക്റ്റ് ന്യൂട്രലായിരിക്കും അത്. അപ്പൊ കൺഫേം ചെയ്യാൻ ഇങ്ങനെ നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അതിനെ മൂവ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഗിയർ ഇടണ്ട, അപ്പ് ചെയ്യണ്ട, അല്ലെ ഡൗണും ചെയ്യണ്ട, സൈഡിലേക്ക് ഒന്ന് മൂവ്മെന്റ് എടുത്ത് നോക്കിയാൽ മതി. ന്യൂട്രലാണ്. ഇത് കണ്ട, എനിക്കിപ്പോ ശരീരം കുറവാ, ഞാൻ വണ്ണം കുറഞ്ഞ ഒരാളാണ്. മേഡം ഇങ്ങോട്ട് മൂവ് ചെയ്ത് നോക്കിയാൽ എന്റെ കാലിൽ മുട്ടും. ഇത് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ കണ്ട, അത് ന്യൂട്രലാണ്. ഒരിക്കലും ഒരു ഗിയറിൽ ആ മൂവ്മെന്റ് വണ്ടിക്ക് കിട്ടില്ല. ഒന്ന് നീക്കി നോക്കിക്കേ, സൈഡ് നീക്കി നോക്കിക്കേ, ഇല്ല. ഓക്കെ അല്ലേ? നോക്കണ്ട, ഒന്ന് മുന്നിലേക്ക് നോക്കിയാൽ. മേഡം ഒന്ന് ചുമ്മാ ലിവറിലും തൊട്ടെ, ഇതൊരു ഗിയറിലായിരിക്കും ന്യൂട്രലായിരിക്കും? ഒന്ന് ന്യൂട്രലാക്കിക്ക്. അത്രേ ഉള്ളു ന്യൂട്രലാക്കാൻ. നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളത് ആലോചിക്കുന്നത് നമ്മുടെ സമയനഷ്ടമാണ്. മുന്നിൽ ഒരാളുള്ളപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ടിരുന്ന അയാളെ മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഒരിക്കലും ഗിയർ ഇടില്ല നമ്മൾ. ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ ബ്രേക്കും ചെയ്യില്ല. അയാളെ കൊണ്ട് ഇടിക്കും നമ്മൾ. നമുക്കിത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റണം ഇത് ഇന്ന സ്ഥലത്താണ്. ഓക്കെ, ക്ലച്ച് പെയിനൊന്നും എടുക്കുന്നില്ല. ഒന്ന് ന്യൂട്രലാക്കി നോക്കി, കിട്ടിയാ? ഒന്നുകൂടെ ന്യൂട്രലാക്കി. ഓക്കെ ആണോ? ന്യൂട്രലാക്കിക്കോ. ആണ്, ഇന്നൊരു ആലോചന വേണ്ട. ഓക്കെ, ന്യൂട്രലാക്കിക്കോ കേട്ടോ, ഒന്ന് ന്യൂട്രലാക്കിക്കോ. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്ന് മൂവ്മെന്റ് എടുത്ത് നോക്കിയോ. കണ്ട, ഉറപ്പല്ലേ? നോക്കണ്ട, ന്യൂട്രലാക്കി നോക്കി. ഓക്കെ ആണോ? കൈവിട്, ന്യൂട്രൽ എന്നാക്കി നോക്കിയ. ഇപ്പൊ ഓക്കെ ആയോ? ഈ വണ്ടിയുടെ ഗിയർ ലിവർ പ്രോപ്പറാണ്, കറക്റ്റ് ഫിറ്റിങ്ങിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേറെ എക്സ്ട്രാ മൂവിങ് ഒന്നും ഇല്ല. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ ഒരുപാട് യൂസ്ഡ് ആയ വണ്ടിയാണെങ്കിൽ കുറെ പ്ലേ ഉണ്ടാവും ഇതിന്, വെറുതെ ഇങ്ങനെ ആടും. അത് എവിടെ ഇരുന്നാലും ഒരു മൂവ്മെന്റ് ഉണ്ടാവും ഇതിന്. ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഗിയർ ഏതാണ്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിക്കഴിഞ്ഞാൽ, അപ്പൊ നമ്മളൊരു ബിഗിനറാണ്, നമ്മളൊരു സ്കില്ലുള്ള ആളൊന്നും അല്ല. ഒരു ഡ്രൈവറിന് തൊടുമ്പോൾ അറിയാം ഇത് ന്യൂട്രലാണോ ഗിയറിലാണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ മേഡം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടൊരു പരിപാടി പറഞ്ഞു. ഇതിന് അപ്പും ഡൗണും മാത്രമേ ഉള്ളൂ ഡയറക്ഷൻ, ശരിയല്ലേ?
ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു തവണ ഒന്ന് മൂവ് ചെയ്ത് നോക്കണം, ഒന്നുകൂടെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് നോക്കണം, മൂന്നാമത്തെ മൂവ്മെന്റ് ഓപ്പോസിറ്റ് ചെയ്തേക്കണം, അപ്പൊ വണ്ടി ന്യൂട്രലാവും. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ ഇത് ന്യൂട്രലിൽ കിടക്കുക, എനിക്ക് സംശയമാണ് ഇത് ന്യൂട്രലാണോ, ഞാൻ മുന്നോട്ടൊന്ന് മൂവ് ചെയ്യിച്ചു, ഒന്നുകൂടെ മൂവ് ചെയ്യിച്ച് നോക്കി, അടുത്തത് ഞാൻ പിന്നിലേക്ക് ആക്കും, വണ്ടി ന്യൂട്രലായി. ഈസി അല്ലേ? ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ മാഡത്തിന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് 2 പ്രാവശ്യം മൂവ് ചെയ്ത് നോക്കണം, മൂന്നാമത്തെ മൂവ്മെന്റ് എതിരെ എടുത്തേക്കണം, ഓപ്പോസിറ്റിലേക്ക് ആക്കി വണ്ടി ന്യൂട്രലായി. സിമ്പിൾ ആണ്. ഇത് ന്യൂട്രലാ ഗിയറാ, തൊട്ടിട്ട് പറഞ്ഞാൽ മതി. ന്യൂട്രലൊന്നാക്കി കൈ ഒന്ന് വിട്ടെ. ന്യൂട്രലാണോ ഗിയറിലാണോ? അതൊന്ന് ന്യൂട്രലാക്കി തന്നേക്കും. ഇപ്പൊ ഓക്കെയാണ്. ഏത് ഗിയറിലാന്ന് മേഡം ആലോചിക്കണ്ട, മേഡത്തിന് ഏത് ഗിയർ വേണോ അതിലേക്ക് വന്നാൽ മതി. ഓക്കെയാണ്. ഒന്ന് എനിക്കൊന്ന് സെക്കൻഡ് ഗിയർ ഇട്ട് തന്നെ. ഓക്കെ, സെക്കൻഡ് ഗിയർ ഒന്നിട്ട് തന്നെ. ഓക്കെ, സെക്കൻഡ് ഗിയർ എന്നിട്ട് തന്നെ. എന്റെ കൈയുടെ മൂവ്മെന്റ് കാണുക വല്ലതും ചെയ്യുന്നുണ്ടാ? ഉറപ്പാണ്. സെക്കൻഡ് ഗിയർ എന്നിട്ട് തന്നെ. ഓക്കെ അല്ലേ? വേറെ ഒരു വിരല് കൊണ്ടും അതിനെ ലൊക്കേഷൻ മാറ്റാൻ നോക്കരുത്. ഈ ഒരു വിരല് കൊണ്ടാണെങ്കിൽ ഷാർപ്പായിട്ട് സെക്കൻഡിലും ഫസ്റ്റിലും മേഡത്തിന് സെലക്ട് ചെയ്യാൻ പറ്റും. മേഡം അല്ലാതെ ഒരു വിരൽ എടുത്തു കഴിഞ്ഞാൽ ആ വിരലിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഗിയറിലായിരിക്കും പോയി വീഴാൻ പോകുന്നത്. ഓക്കെയാണ്. ഇതൊന്ന് 5th ഗിയറിലേക്ക് ഒന്ന് മാറി തന്നെ. ഓക്കെയാണ്. ന്യൂട്രലൊന്നാക്കിക്കും, ന്യൂട്രലാക്കി തന്നാൽ മതി. ഓക്കെയാണ്. റിവേഴ്സ് ഗിയർ എന്നിട്ട് നോക്കി. ഓക്കെ, ന്യൂട്രലാക്കി തന്നെ. സെക്കൻഡ് ഗിയർ എന്നിട്ട് തന്നെ ന്യൂട്രലാക്കിക്കും. കംഫർട്ടാണ്. ഗിയറിൽ തെറ്റുക ഉറപ്പല്ലേ? റൺ ചെയ്യുമ്പോഴും തലയിൽ കയറ്റായിരുന്നാ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മേഡത്തിന് തന്നെ തൊടുമ്പോ അറിയാം ഇത് ഗിയർ ആണോ ന്യൂട്രലാണോ എന്ന് അറിയാം. ഗിയർ എവിടെയാണെന്നും മേഡത്തിന് അറിയാം. ഏത് ഗിയറിലേക്ക് പോകണോ ആ ഗിയറിലേക്ക് അതിനെ പൊസിഷൻ ചെയ്താൽ മതി. 2 സെക്കൻഡ് എന്തായാലും മേഡത്തിന് കിട്ടും. ഗിയർ ഡൗൺ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഒരു 2 സെക്കൻഡ് സമയം കിട്ടും. ആ 2 സെക്കൻഡ് സമയം കൃത്യം ഇതിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഏത് ഗിയർ വേണം അതിലേക്ക് അങ്ങ് പോയാൽ മതി, മറ്റൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി അതിനിടയ്ക്ക്. ഓക്കെയാണ്. ഇത് കംഫർട്ടല്ലേ? ഇനി അടുത്തത് ഇൻഡിക്കേറ്റർ. റൈറ്റ്, ലെഫ്റ്റ് ഒന്ന് ഓഫ് ചെയ്തേ മേഡം. ഇത് നമ്മൾ ഓഫ് ചെയ്യേണ്ടി വരുമോ? വരും. നമ്മൾക്കൊരു ടേണിങ് കിട്ടിയില്ലെങ്കിൽ മാത്രം ഓഫ് ചെയ്യേണ്ടി വരും, ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാലും ഓഫ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന മേഡത്തിന് അറിയാമല്ലോ. ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എവിടെയായിരിക്കും? ഇൻഡിക്കേറ്റർ തന്നില്ലേ, ലൈറ്റുകളെല്ലാം അതിലായിരിക്കും. ഇപ്പൊ ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ എവിടെയാന്ന് മേഡത്തിന് അറിയാം. ആ പൊസിഷൻ ഇനി ഇല്ല അതിൽ, കാരണം ഇനി അങ്ങോട്ടാക്കിയ ഇൻഡിക്കേറ്ററേ വരുള്ളൂ, ശരിയല്ലേ? പിന്നെ അതിൽ ചെയ്യാൻ പറ്റുന്ന എന്താ, അതിനെ തിരിക്കാൻ പറ്റും നമുക്ക്. അത് പാർക്ക് ലൈറ്റ് ആണ്. ഒന്നുകൂടെ തിരിച്ചാൽ ഹെഡ്ലൈറ്റ് ഓൺ ആവും. ഓക്കെയാണ്? ഉറപ്പിച്ച അതിനെ മുന്നിലേക്ക് പുഷ് ചെയ്താൽ ബ്രൈറ്റ് മോഡാവും ഹെഡ്ലൈറ്റ്. മേഡം ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കിക്ക്. അത് പാർക്കിംഗ് ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് പുഷ് ഒന്ന് ചെയ്ത മുന്നിലേക്ക് ബ്രൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട ഹെഡ്ലൈറ്റ് ഫുൾ വിഷനിലായി. അതായത് നമുക്ക് ഡിമ്മിൽ എങ്ങനെ കിട്ടുന്നു അതിന്റെ ഡബിൾ വിഷനാ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ. മുന്നിലേക്ക് പുള്ളി ചെയ്താല് മേഡം ഇപ്പൊ ഡിമ്മിലാക്കി. ഇതിപ്പോ ഡിമ്മാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഹെഡ്ലൈറ്റ് ഓൺ ആണ്. ഇതിപ്പോ രാത്രിയാണെങ്കിൽ വെളിച്ചം കാണുമ്പോൾ അറിയാം ഹെഡ്ലൈറ്റ് ഓൺ ആണ്. ഇവിടെ ഒരു മാർക്കിംഗ് ഇല്ലെങ്കിൽ അതിനർത്ഥം ഡിമ്മിലാണ് അത് കിടക്കുന്നത്. മുന്നിലേക്ക് പുഷ് ചെയ്താൽ അവിടെ ഒരു നീല മാർക്കിംഗ് വരും, അതിനർത്ഥം ബ്രൈറ്റ് മോഡിലാണ്. അത് പുള്ളി ചെയ്താൽ മതി. ഓക്കെയാണ്. ഇനി ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തേ മേഡം ഒന്നുകൂടെ. ഓക്കെ, ആ മാർക്കിംഗ് മാഞ്ഞു പോയതുകൊണ്ടാണ് മേഡത്തിന് അറിയാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ ഉണ്ട് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് തിരിക്കുമ്പോൾ മേഡത്തിന് അറിയാൻ പറ്റും. ഇനി വെറുതെ അതിനൊന്ന് പുള്ളി ചെയ്തേ, എന്നിട്ട് അവിടെ നോക്കിക്കേ ബ്രൈറ്റ് ലൈറ്റ് വന്ന കണ്ട. മേഡം റിലീസ് ചെയ്തപ്പോ എന്ത് പറ്റി? കെട്ടുപോയി. അത് പാസിംഗ് ലൈറ്റ് എന്ന് പറയും. ഓക്കെയാണ്. അത് ഒരു എമർജൻസി ലൈറ്റ് ആണ്. അതിപ്പം നമ്മുടെ നാട്ടിൽ എന്താന്ന് വെച്ചാൽ ഞാൻ കടന്നു വരുന്നു അല്ലെങ്കിൽ എനിക്ക് മുൻഗണന വേണം അങ്ങനെ യൂസ് ചെയ്യുന്ന പല കാരണങ്ങൾക്കും അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് ഞാൻ കയറി വരുന്നു, എനിക്കെതിരെ ഒരാൾ വരുന്നു, എനിക്ക് പ്രിഫറൻസ് വേണോന്ന് അയാളെ അറിയിക്കാൻ എനിക്കിത് യൂസ് ചെയ്യാം. ഇത് ഫ്ലിക്കർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അയാൾക്ക് തോന്നുന്നത് എനിക്ക് അവർ കയറിപ്പോയി, അവർക്ക് പ്രിഫറൻസ് വേണമെന്നായിരിക്കും. അയാൾ വേണമെങ്കിൽ നിർത്തി തരാം. ചിലപ്പോൾ അയാൾ അവിടുന്ന് ലൈറ്റ് ചെയ്യാം. അതിനർത്ഥം അയാൾക്ക് മുൻഗണന വേണമെന്ന്, അയാൾക്ക് ആ ചാൻസ് വേണമെന്നാ. ആ അതെ, ഫ്ലാഷ് ലൈറ്റ്. പിന്നെ അല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് ഓവർടേക്കിങ്ങിന് വേണ്ടി ഞാൻ കടന്നു പോവുകയാണെന്ന് അറിയിക്കാൻ മുന്നിലൊരു വണ്ടിയുണ്ട്, നമുക്കതൊന്ന് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു വലിയ വണ്ടിയാ, അയാൾക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പാസ് ലൈറ്റിൽ നമുക്ക് അറിയിക്കാം അയാളെ ഞാൻ പിന്നിലുണ്ടെന്ന്. ഹോണിന്റെ ആവശ്യമില്ല.
ഈ കയ്യിൽ ഫുള്ള് വൈപ്പറിന്റെ കൺട്രോളാണ്. ഓക്കെ, മേഡം ഇപ്പൊ അവിടെ ചെന്നാലും ചിലപ്പോൾ ഇത് തിരിയുമെന്നേ ഉള്ളൂ. ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ വരും, ആ സൈഡിൽ വൈപ്പർ വരുമെന്നേ ഉള്ളൂ. ഒരെണ്ണം ലൈറ്റിന്റെ കൺട്രോൾ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വൈപ്പറിന്റെ കൺട്രോളുകളായിരിക്കും. ഇതൊന്ന് പുള്ളി ചെയ്ത് നോക്കിയാൽ മേഡം, ഇത് വാഷിംഗ് ആണ്, വിട്ടേക്കും. അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിന്നോളും. മേഡം ഓൺ ആക്കുക ചെയ്ത ഒന്ന് പുള്ളി ചെയ്താൽ മതി. ആ ചെയ്ത് പിടിച്ചോ, അങ്ങനെ പുള്ളി ചെയ്ത് പിടിച്ചോ, എന്നിട്ട് വിട്ടേക്കും. അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് നിന്നോളും. നിന്നു കണ്ടാ. ഇനി ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടാ, സ്പീഡുകളാണ് അതിന്റെ. ഇന്റർവെൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു തവണ ഇങ്ങോട്ടാക്കിയാൽ ഒന്ന് വൈപ്പ് ചെയ്യും, എന്നിട്ട് അത് ഓഫ് ആവും. എന്നിട്ട് 5 സെക്കൻഡ് ഇന്റർവെൽ ഇട്ടിട്ട് അത് വീണ്ടും ഓൺ ആവും. ഇപ്പൊ ഈ വണ്ടിയുടെ ആ സ്പീഡ് പോയിരിക്കുക, അതുകൊണ്ട് ഇത് എപ്പോഴും ഓണായി തന്നെ കിടക്കും. ഇല്ലെങ്കിൽ ഇത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓഫ് ആയിട്ട് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക് ഓൺ ആവും, ഓഫ് ആവും. അത് നടന്നുള്ളൂ പ്രോസസ്സ്. ഇന്റർവെൽ എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ തൊട്ട് താഴെ ലോ എന്ന് പറയും. ആ ലോ സ്പീഡിലാണ് ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത്. കണ്ട, ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഒന്നുകൂടെ മേഡം താഴെ ഉണ്ടാക്കിക്കുക. ഹൈ, ഫുൾ സ്പീഡ്, വൈപ്പറിന്റെ സ്പീഡ് കൂടിയില്ലേ? ലോ, ഇന്റർവെൽ, ഓഫ്. ഓക്കെയാണ്. സംശയമുണ്ടോ? ഇത് നമുക്ക് ഡിസിഷൻ സംയോജിതമായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ പറ്റും. അത്രേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വിഷൻ കിട്ടണം മഴ പെയ്താൽ, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഗ്ലാസ്സിൽ ഒരു അഴുക്കുണ്ട്, അതിനെ വാഷ് ചെയ്യാനാണ് വാഷിംഗ് വെച്ചിരിക്കുന്നത്. പാർക്കിംഗ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ റോഡ് സൈഡിൽ ഈ വണ്ടി നിർത്തിയിടുകയാണ്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ പ്രസൻസ് മറ്റൊരാൾ അറിയണം. അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. എന്റെ വണ്ടിയുടെ പ്രസൻസ് അവരെ അറിയിക്കണം, അവരെ ഒന്ന് അലർട്ട് ആക്കണം, എന്റെ വണ്ടി ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാം. അല്ലെങ്കിൽ അയാൾ കാണാതെ വന്ന് മുട്ടാൻ നമ്മുടെ വണ്ടിക്കിട്ട്. നമ്മൾ കാരണം വേറെ ആൾക്കൊരു അപകടം ഉണ്ടാക്കരുത്. നമ്മുടെ ഒരു പ്രസൻസ് റോഡിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പാർക്കിംഗ് ലൈറ്റ്. ഒരു ഇരുട്ടത്ത് നമ്മൾ ഇത് നിർത്തിയിട്ടിട്ട് പോവുക. ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല നമുക്ക്, കാരണം ഒരുപാട് പവർ എടുക്കും ബാറ്ററിക്ക്. ഒന്ന്, രണ്ടത് അനാവശ്യ വെളിച്ചമാണ്, വേറൊരാൾക്ക് അത് ഡിസ്റ്റർബൻസ് ആയിരിക്കാം. നമുക്കത് വേണ്ട, നമുക്കൊന്ന് പ്രസൻസ് അറിയിച്ചാൽ മതി. ആ പാർക്ക് ലൈറ്റ് ഓൺ ആക്കിയാൽ ഫ്രണ്ടിൽ 2 ചെറിയ ലൈറ്റ് ഉണ്ടാവും, അത് ഓൺ ആവും. ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഓൺ ആയി കിടക്കും. അതായത് പിന്നീന്ന് വന്നാലും മുന്നിന്ന് വന്നാലും ഈ വണ്ടിയുടെ പ്രസൻസ് അറിയാൻ പറ്റും അയാൾക്ക്. പാർക്കിംഗ് ലൈറ്റ് ഓക്കെയാണ്. ഇനി വേറെ എന്താ വേണ്ടത് അറിയാം? ഈ പാനലിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ്. മേഡത്തിന്റെ വണ്ടിയിൽ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും. ഏതാ വണ്ടി? ആണ്, നോട്ടെ. ഇത് ഈ കൺട്രോളുകൾ എന്താന്ന് പറയാം, ഇത് എ സിയുടെ കൺട്രോളുകളാണ്. ഇത്രയും എ സിയുടെ പവർ ഓണും പവർ ഓഫും. പവർ ഓൺ ആണെങ്കിൽ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട്, ഓഫ് ആണെങ്കിൽ ഇല്ല. ഓക്കെ, എ സിയുടെ ഓൺ ഓഫ്. ഫാനിന്റെ സ്പീഡ്, മേഡത്തിന്റെ എയർ എത്ര വേണം അതിനനുസരിച്ച് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെയാണ്. ടെമ്പറേച്ചർ, ഈ റെഡും ബ്ലൂവും കാണിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ബ്ലൂ ആണ് കൂളിംഗ്. റെഡിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് കൂളിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും, വാം ആകാൻ തുടങ്ങും. ഇപ്പൊ ഹീറ്റായി. ഓക്കെ, ഇത് കൂളിംഗ്. ഓക്കെയാണ്. ഇത് മോഡ് എന്നാണ് ഇതിന് പറയുന്നത്. എ സിയുടെ വെന്റ്, അതായത് ഈ എയർ ഏത് വെന്റിൽ കൂടെ വരണമെന്ന് തീരുമാനിക്കുന്നതാണ്. ഇത് കണ്ട ഒരു പടമുണ്ട്, തലയ്ക്ക് നേരെ ഒരു ആരോ മാർക്കുണ്ട്. അതിനർത്ഥം ഈ വെന്റിലൂടെ മുഖത്തേക്കായിരിക്കും എയർ വരുന്നതെന്നാണ്. അങ്ങനെയല്ലേ കിടക്കുന്നത്. ഇത് ഞാൻ ഒന്ന് തിരിച്ചു, കാലിലും ഉണ്ട് മുഖത്തേക്കും ഉണ്ട്. കാലിലും കാറ്റ് കിട്ടും, ഈ വെന്റിൽ കൂടെ മുഖത്തേക്കും കിട്ടും. അതായത് കാലിൽ മാത്രമാണ് എയർ കിട്ടുന്നത്. ഇവിടെ കട്ടായി, ശരിയല്ല? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, കട്ടായി. അത് മേഡം വേണം തൊട്ട് നോക്കി, അവിടെ ഒരു എയറും വരുന്നില്ല. ഉണ്ടോ? ഇത് 2 എണ്ണം കണ്ട. ഡീഫ്രോസ്റ്റർ എന്ന ഈ പടത്തിന്റെ പേര്. അതെന്താന്ന് വെച്ചാൽ, ചില മഴയത്ത് മേഡം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുറത്ത് തണുപ്പുള്ള സമയത്ത് നമ്മൾ എ സി ഇട്ട് പോകുമ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലെയർ വരും, ഒരു മൂടല് ഇവിടെ ഉണ്ടാവും. ഈ ഗ്ലാസ്സുകളിലെല്ലാം അത് വരും. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റാണ് ഇത് 2 എണ്ണം. ഇതാണെങ്കിൽ ഫുള്ള് ആ ഗ്ലെയറിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരു വെന്റ് ഉണ്ട്, ഇതിലൂടെ ഈ ഗ്ലാസ്സിലേക്കായിരിക്കും എയർ വരുന്നത്, എ സിയുടെ കൂളിംഗ് വരുന്നത്. ഇവിടെ ഒരു വെന്റ് ഉണ്ട് ഇതിന്റെ മേളിൽ, അതിലൂടെ ഈ ഗ്ലാസ്സിലേക്ക് കിട്ടും, ഈ മിറർ കാണാൻ വേണ്ടിയിട്ട്. അവിടെ അതുപോലെ ഉണ്ട്, ആ മിററിലെ വിഷൻ കിട്ടും. അതാണ് ഈ പോയിന്റ്. ഓക്കെ, നമ്മൾ ഇതിലായിട്ട് പ്രോപ്പറായിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് തോന്നും. എന്താണെന്ന് വെച്ചാൽ വേറെ എയർ ഒന്നും നമുക്ക് കിട്ടുന്നില്ല, അടച്ചിട്ട വണ്ടിയാണ്. കാലിലേക്ക് കൂടെ വേണ്ടി വന്നാൽ യൂസ് ചെയ്യാനാണ് ഈ പോയിന്റ്. ഇത് യൂസ് ചെയ്താൽ കാലിലും കാറ്റ് കിട്ടും, ഈ വെന്റിലൂടെ ഗ്ലാസ്സിലേക്ക് വരും, ഇതിലൂടെ ഇങ്ങോട്ടും വരും. ഓക്കെയാണ്. ഡീഫ്രോസ്റ്റർ എന്ന് പറയാം മോഡലിന്. ഇത് ഫുൾ ഡീഫ്രോസ്റ്റർ, അതായത് കൂടുതലും മൂടലായി എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഫുൾ സപ്പോർട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ്. ഇത് വീണ്ടും പഴയ പോലെ മുഖത്തേക്ക്. ഈ ഒരു പടം കണ്ട, ഇവിടെ ഒരു പടം കണ്ട, ഈ പടം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂസ് വിത്ത് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഡീഫ്രോസ്റ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഔട്ട് സൈഡ് എയറിലായിരിക്കണം വണ്ടി. ഇത് ഇൻസൈഡ് എയറും ഇത് ഔട്ട് സൈഡ് എയറുമാണ് എ സി.
സർക്കുലേഷൻ എയറിന്റെ. ഇപ്പൊ ഇത് കിടക്കുന്നതെന്ന് വെച്ചാൽ കാറിനകത്തെ വായുവിനെ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്ത് കൂളാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കൂളിംഗ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും മുറി തുറന്നിട്ടിട്ട് AC ഓൺ ആക്കി ഇട്ടാൽ നമുക്ക് കൂളിംഗ് കിട്ടില്ലല്ലോ. അതുപോലെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഫ്രഷ് എയർ എടുത്തിട്ടാണ് AC പ്യൂരിഫൈ ചെയ്ത് കൂളാക്കി തരുന്നത്. ഇങ്ങനെ ആക്കേണ്ടി വരും. ഔട്ട്സൈഡ് എയർ ആക്കണം. അതായത് പുറത്തെ ടെമ്പറേച്ചറും അകത്തെ ടെമ്പറേച്ചറും വേറെ ആകുന്നതുകൊണ്ട് ഒരു മൂടൽ വരുന്നത്. നമ്മുടെ ശ്വാസം അതിൽ ഹീറ്റ് ആയതുകൊണ്ട് അതേ കയറി പിടിക്കുന്നതാണ്. അത് ഒഴിവാക്കണമെങ്കിൽ രണ്ടും ഒരേ ടെമ്പറേച്ചർ ആക്കാൻ പുറത്തുനിന്ന് ഉള്ള എയർ എടുക്കണം. ഓക്കെയാണോ? ഇത് ഇൻസൈഡ് എയർ. ഇത് നമുക്ക് എപ്പോഴൊക്കെ ഉപയോഗം വരും എന്ന് വെച്ചാൽ ഈ കാറിനകത്തൊരു സ്മെല്ലുണ്ട്, അത് ബാഡ് സ്മെല്ലുണ്ട്. അതെനിക്കത് ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ഈ മോഡിലേക്ക് മാറിയാൽ പുറത്തുനിന്ന് ഫ്രഷ് എയർ കയറും. അപ്പൊ അത്രയും ഡിസ്റ്റർബൻസ് ആവില്ല സ്മെല്ല്. ഓക്കെ. ഇനി വണ്ടി നല്ല ചൂടത്ത് ഞാൻ പാർക്ക് ചെയ്തിട്ടിട്ട് പോയി, ഗ്ലാസ് എല്ലാം അടച്ച് ലോക്ക് ചെയ്ത്, ഇതിനകത്ത് നല്ല ആവിയായിരിക്കും. എനിക്ക് ആ ആവി ഒഴിവാക്കണമെങ്കിൽ ഇതിലേക്ക് മാറ്റാം. പുറത്തുനിന്ന് ഫ്രഷ് എയർ കയറി ആവിയിൽ കുറവ് വരും. അത് കഴിഞ്ഞ് എനിക്ക് ഇതിലേക്ക് മാറിയാൽ മതി കൂളിംഗ് കിട്ടാൻ. ഓക്കെയാണ്. ഈ മോഡിൽ കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും കൂളിംഗ് ഔട്ട്സൈഡിൽ എയർ എടുക്കുമ്പോൾ. ഓക്കെയാണ്. ഇതിനകത്ത് വേറെ പറഞ്ഞുതരാൻ ഈ വണ്ടിയിൽ വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല. കുറച്ചുകൂടി മോഡൽ കൂടിയ വണ്ടികളാണെങ്കിൽ കുറച്ചുകൂടി സ്വിച്ചുകളോ കൺട്രോളുകളോ ഉണ്ടാവും. ഇത് ഹസാർഡ് ലൈറ്റ്. എൻ്റെ വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ എമർജൻസി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, വാണിംഗ് ആയിട്ട്. ഓക്കെയാണ്. എന്താ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ക്ലോക്ക്. ഈ ഡിസ്പ്ലേ നിയന്ത്രിക്കാനുള്ളതായത് ടോട്ടലി വണ്ടി ഓടിയ ദൂരം. ഓക്കെ. ഇത് വേണം എനിക്ക് റീസെറ്റ് ചെയ്യാൻ. ട്രിപ്പ് മീറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. A എന്ന് എഴുതിയിരിക്കുന്നുണ്ട്, അതൊരു ട്രിപ്പ് മീറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ അത് റീസെറ്റ് ചെയ്യാം. ആ ബട്ടണിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് 0 ആകും. വേണം വെറുതെ ഒന്ന് ഹോൾഡ് ചെയ്തേ. കണ്ട 0 ആയി. ഇനി ഓടുന്ന ദൂരം വണ്ടി കൗണ്ട് ചെയ്യും. ഇനി ഓടുമ്പോൾ റൺ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ദൂരം ഓടിയെന്ന് മേഡത്തിന് അറിയാൻ പറ്റും. ഓക്കെയാണ്. അത് ആ ഡാഷ്ബോർഡിനകത്ത് ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ട്. അതെന്തായിരിക്കും? ഒരു വാണിംഗ് ആണത്, ഒരു കോഷൻ ലൈറ്റ് ആണ് ആ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. അത് ഹാൻഡ് ബ്രേക്കിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വണ്ടിയിലും ഓരോ രീതിയിലായിരിക്കും അത് കാണിച്ചിരിക്കുന്നത്. ഒരു വാണിംഗ് ഒരു ക്വേഷനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാൽ അത് ഹാൻഡ് ബ്രേക്കിനെയാണ് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഓണാ. ഹാൻഡ് ബ്രേക്ക് എന്താന്ന് മേഡത്തിന് അറിയാലോ. അത്രേ ഉള്ളൂ. വണ്ടി ഉരുണ്ട് പോവാതിരിക്കാൻ ഒരു സപ്പോർട്ടാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിലെ 2 വീലിനെ മാത്രമാണ് എൻഗേജ് ചെയ്ത് വെക്കുന്നത് ബ്രേക്ക്. ഓക്കെയാണ്. ഇത് ഹാൻഡ് ബ്രേക്കിലാണ് ഈ വണ്ടി. ഞാൻ അത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അത് കെട്ടും. മേഡം ഒന്ന് ഓൺ ചെയ്ത് പ്രസ് ചെയ്യണ്ട, വെറുതെ ഉയർത്തിയാൽ മതി. അതൊരു ലോക്കിംഗ് സിസ്റ്റമാണ്. വെറുതെ ഉയർത്തിയേക്കണ്ട. ആ സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് അത് മാക്സിമം സൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കും. ഇനി ഉയരുമോ നോക്കിയാൽ കണ്ട. അപ്പോഴാണ് ഫുൾ ഹാൻഡ് ബ്രേക്കിലായത് വണ്ടി. അത് ചുമ്മാ ഓണാക്കിയാൽ പോരാ, അത് ഫുൾ ഓണാക്കി വെക്കണം. ഇനി അതൊന്ന് ഓഫ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓക്കെ അല്ലേ? ജസ്റ്റ് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തുകൊണ്ട് താഴ്ത്തണം. ഓണാക്കിയ മേഡം, ഓണാക്കി. ഓഫ് ചെയ്ത മേഡം. ഇപ്പോഴും ഉയർത്തിയിട്ടില്ല. അത് ഫുൾ ഓൺ ആവാതെ കൊണ്ട് അത് ഓഫായി പോകുന്നു. അല്ലേ മേഡത്തിന് ഓഫ് ചെയ്യാൻ പറ്റില്ല. കൈയൊന്ന് മാറ്റിക്കും. ഓഫ് ചെയ്ത് നോക്കിയാൽ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് ഉയർത്തിയാലേ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലേക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യണം. കണ്ട, അങ്ങനെ അത് റിലീസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ ആ ലോക്കിംഗ് സിസ്റ്റത്തിന് കേടുപാടുകൾ ഉണ്ടാവും. അതിന്റെ ലൈഫ് കുറയും. ഹാൻഡ് ബ്രേക്കിന്റെ എഫിഷ്യൻസി കുറയും. എപ്പോഴും അത് ഓൺ ആക്കുന്നത് വെറുതെ ഉയർത്തിയാൽ മതി. അപ്പൊ അത് ലോക്കിലായി. അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേഡം ഉയർത്തിക്കൊണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് അൺലോക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് കൊണ്ടുപോകണം. ഒന്ന് ഓണാക്കി. ഓക്കെ അല്ലേ? ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ കണ്ട. ഇപ്പൊ ഒരു സൗണ്ട് പോലും കേൾക്കാതെ ഓഫായി. കിട്ടിയോ? ആ കീ ഒന്ന് ഓഫ് ചെയ്യാവോ മേഡത്തിന്? ഒന്നുകൂടെ ഓഫ് ചെയ്യാവോ? ആ കീ ഒന്ന് ഊരി എടുക്കാവോ? ഓക്കെ. കീ ഇല്ല വണ്ടിയിൽ. ഞാൻ ജസ്റ്റ് ഇറങ്ങുമ്പോഴെങ്ങാനും ഈ സ്റ്റിയറിങ്ങിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ടിൽറ്റ് ആയാൽ ഇത് ലോക്കാവും. ഇതാ ലോക്കായി. ഹാൻഡിൽ ലോക്ക് പോലെ സ്റ്റിയറിംഗ് ലോക്ക് ഉണ്ട് ഇതിന്. ഇതൊന്ന് അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്നിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് വേണം നോക്കിയാൽ. അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടാവും. നേരണ്ട ഒരു ചെറിയ മൂവ്മെന്റ് എങ്കിലും ഉണ്ട്. ആ മൂവ്മെന്റ് ഉള്ള സൈഡിലേക്ക് ഒന്ന് പിടിച്ച് എന്നിട്ട് മറ്റേ കൈ കൊണ്ട് കീ തിരിച്ച് അൺലോക്ക് ആയി. കണ്ട. അല്ലാതെ ഒരിക്കലും അത് അൺലോക്ക് ആക്കാൻ പറ്റില്ല. അപ്പൊ കീ ലെസ് വണ്ടിയല്ല, കീ ഉള്ള വണ്ടിയുടെ കാര്യം പറഞ്ഞതാ. കീ ഉള്ള വണ്ടിക്ക് കീ ഊരി എടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അനങ്ങിയാൽ അത് ലോക്കാവും. അപ്പൊ പേടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞാൽ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ചെറിയ മൂവ്മെന്റ് കിട്ടും എങ്ങോട്ടെങ്കിലും.
ആ മൂവ്മെന്റിൽ പിടിച്ചിട്ട് താക്കോലി തിരിച്ചാൽ അൺലോക്ക് ചെയ്യാൻ പറ്റും. മേഡം ഒന്നുകൂടെ താക്കോൽ ഓഫ് ചെയ്തു, എന്നിട്ട് ഊരി എടുത്തു, ലോക്കായി. അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് മേഡം നോക്ക്. ചെയ്തു. കീ ഫുള്ളാ കയറിയാന്ന് നോക്കിയാ കണ്ടാ, അൺലോക്കായ. അത് മറന്നു പോവാ. ഇപ്പൊ കൊറേ ലൈറ്റുകൾ അതിനകത്ത് തെളിഞ്ഞിട്ടില്ലേ? മേഡത്തിന് അറിയാവുന്ന ഏതാ വാർണിംഗ് ലൈറ്റ് ഉള്ളത്? അറിയാം. പിന്നെ വേറെ ഓക്കെ. മേഡം കീ ഒന്ന് ഓഫ് ചെയ്തോണം. ഒരു ലൈറ്റ് തെളിഞ്ഞിട്ട് കെട്ടുപോകും, ഒന്ന് ഓഫ് ചെയ്താൽ മതി. ഇനി ഒന്ന് ഓൺ ആക്കിക്കേ. ഇതോട്ടെ റൈറ്റ് സൈഡിലൊരു ലൈറ്റ് തെളിഞ്ഞിട്ട് കെട്ടുപോകും, ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിക്കേ. പിന്നെ ഒന്ന് ഓൺ ആക്കിക്കേ. കണ്ടാ ഒരു റെഡ് ലൈറ്റ് കണ്ടായിരുന്നോ? ആ, ഒരു സ്റ്റിക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ മാർക്കിംഗ് ഉള്ള ഒരു വേവ് പോലെ ഒരു പടം അതിലുണ്ട്. ടെമ്പറേച്ചറിന്റെ, അതായത് തെർമോമീറ്റർ പോലെ അതാ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേഷൻ. എഞ്ചിന്റെ ചൂട് കാണിക്കുന്ന മീറ്റർ അത്. ഓക്കെ, തെർമോമീറ്റർ ആണത്. അപ്പോൾ എഞ്ചിന്റെ ഹീറ്റ് ആണ് അതിൽ കാണിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ എഞ്ചിൻ ഓൺ ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് തെളിഞ്ഞാൽ അതിനർത്ഥം വണ്ടിയുടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുകയാണെന്നാ. ഓക്കെ, ഈ വണ്ടി യൂസ് ചെയ്യരുതെന്നാ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യരുതെന്നാ. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലിങ്ക് ചെയ്ത് ഓഫ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ അത് തെളിഞ്ഞെന്ന് വെച്ചാൽ നോർമൽ അങ്ങനെ വർക്കിംഗ് ആണ്, അങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്, മേഡത്തിന് ഒരു ഇൻഫർമേഷൻ ആണ്. ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കാൻ പാടില്ല ഒരിക്കലും. റെഡ് കളറിൽ അത് തെളിഞ്ഞ് ഇരിപ്പുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ ഈ വണ്ടി ഓവർ ഹീറ്റിലാണെന്ന്. അടുത്ത് പറയട്ടെ, ആ ലൈറ്റ് മറക്കൂലല്ലോ. ഇപ്പൊ മാഡം യൂസ് ചെയ്യുന്ന വണ്ടിയിൽ ചിലപ്പം അനലോഗ് ആയിട്ടായിരിക്കും ആ മീറ്റർ കാണിച്ചിരിക്കുന്നത്. അപ്പോഴും ആ പടം അവിടെ ഉണ്ടാവും, ഒരു സൂചിയും ഉണ്ടാവും, എന്നിട്ട് അതിന് മാർക്കിംഗ് ഉണ്ടാവും, സി എന്നോ എച്ച് എന്നും പറഞ്ഞിട്ട്. സി എന്ന് പറയുമ്പോൾ കൂളെന്നും എച്ച് എന്ന് പറയുമ്പോൾ ഹോട്ടെന്നുമാണ്. ഓക്കെയാണ്. ഇതിലിപ്പോ ഡിജിറ്റൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു ലൈറ്റ് വന്നിട്ട് അത് കെട്ടുപോയത്. അടുത്ത പറയട്ടെ, ഹാൻഡ് ബ്രേക്ക് മാഡത്തിന് അറിയാലോ. മേളില് ഒരു ഡ്രോപ്പ് വീഴുന്ന പോലെ ഒരു ജഗ് പോലെ കാണിച്ചിട്ട് ഒരു പടം കണ്ടല്ലോ. എഞ്ചിൻ ഓയിൽ. എഞ്ചിൻ ഓയിൽ എന്താന്ന് മാഡത്തിന് അറിയാലോ? ഒന്നുമില്ല, എഞ്ചിന്റെ ലൂബ്രിക്കന്റ് ആണത്. എഞ്ചിൻ എന്ന് പറയുന്ന സാധനം ഇരുമ്പാണ്. അത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. കാരണം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോറും ഇരുമ്പെന്ന് പറയുന്ന സാധനം ഹോട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് ബിറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്താം. അപ്പൊ അത് ഫ്രീ ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഒരു ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. അതാണ് എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞത്. എഞ്ചിൻ ഓയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു എക്സ്പയറി ഉണ്ട് അതിന്. ഇത്ര ദൂരം വന്ന് വൺസ് നമ്മൾ ഫില്ല് ചെയ്താൽ ഇത്ര ദൂരം ഓടിക്കാവുന്ന, ആ ദൂരം കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യണം. മൊത്തം കളഞ്ഞിട്ട് പുതിയ ഫ്രഷ് നിറയ്ക്കേണ്ടി വരും എഞ്ചിൻ ഓയിൽ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ലൈറ്റ് ഇതിൽ തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ എഞ്ചിൻ ഓയിൽ ആവശ്യത്തിന് ഉണ്ടാവില്ല ഒരിക്കൽ, അല്ലെങ്കിൽ അത് മോശമായിരിക്കാം. ഈ വണ്ടിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ എഞ്ചിൻ ഓയിൽ ഒന്നെങ്കിൽ കാണില്ല, അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലിന്റെ കണ്ടീഷൻ മോശമായിരിക്കാം. എഞ്ചിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്ന് അർത്ഥം. ഓക്കെയാണ്. രണ്ടാമതൊരു പ്ലസും മൈനസും എഴുതിയിട്ടൊരു പെട്ടിയുണ്ട്, ബാറ്ററി. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററിയിൽ നിന്ന് പവർ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഓക്കെ, അതായത് ബാറ്ററിയിലേക്ക് വേണ്ടത്ര പവർ കിട്ടുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ബാറ്ററിയിലെ പവർ യൂസ് ചെയ്താൽ വർക്ക് ചെയ്യുന്നതെന്നാണ്. ബാറ്ററി ഏത് നിമിഷം വേണമെങ്കിലും ലോ ആകാം. ഓക്കെ, നമ്മൾ ഓടിച്ചോണ്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ ആ ലൈറ്റ് ഉള്ളപ്പോൾ ഓടിച്ചോണ്ട് പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ ബാറ്ററി ലോ ആകാം. മാഡം ഓഫ് ചെയ്താൽ പിന്നെ സ്റ്റാർട്ട് ആവില്ല. പിടികിട്ടുന്നുണ്ട്. അടുത്തൊരു ലൈറ്റ് കണ്ട, അതൊരു മാൽ ഫങ്ഷൻ ലൈറ്റ് ആണ്. അതിന്റെ പേര് ചെക്ക് എഞ്ചിൻ ലൈറ്റ് എന്ന് പറയും, അങ്ങനെയും പറയും. അതിന്റെ പേരെന്താണോ അത് തന്നെയാണ് അർത്ഥം. എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടുകളിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ജസ്റ്റ് പരിശോധിക്കാന്ന്. ഓക്കെ, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ലൈറ്റുകളൊന്നും ഒരു സീരിയസ് ഇഷ്യൂ അല്ല. വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനോ ഒന്നും നിലവിൽ പ്രശ്നമില്ല, ഡ്രൈവ് ചെയ്യാം. പക്ഷെ വണ്ടി കംഫർട്ട് അല്ല, അതിനെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നർത്ഥം. ഓക്കെ, അതുപോലെ 2 യെല്ലോ ലൈറ്റുകൾ കൂടെ ഉണ്ട് അല്ലെ. ഒരെണ്ണം കാറ് കാണിച്ചിട്ട് ഒരു താഴിന്റെ പടം വെച്ചിട്ട്, അത് കീയുടെ സെൻസർ. ഈ വണ്ടിയുടെ കീയിൽ ഒരു സെൻസർ ഉണ്ട്, ഈ വണ്ടിയിലും ഒരു സെൻസർ ഉണ്ട്. അത് മാച്ചിങ് ആണെങ്കിൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി ഈ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഓക്കെയാണ്. അടുത്തത് ഒരു സ്റ്റിയറിംഗിന്റെ പടം കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ഐ തലകുത്തി എഴുതി വെച്ചിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ്. ഈ വണ്ടി പവർ സ്റ്റിയറിംഗ് ആണ്. വണ്ടി സ്റ്റാർട്ട് ആയാലേ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ഇത് കണ്ട, ഇത് ഹാർഡാണ്. ഞാൻ ബലം പിടിച്ച് തന്നെ തിരിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ആ ലൈറ്റ് തെളിഞ്ഞാൽ അത്രേ ഉള്ള അർത്ഥം. പവർ സ്റ്റിയറിംഗിന്റെ എഫിഷ്യൻസിയിൽ എന്തോ പോരായ്മയുണ്ടെന്നാണ്. വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഒരു തകരാറുണ്ട്, അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അത് കൂടുതൽ ഇഷ്യൂ ആകാം. റെഡ് ലൈറ്റുകളെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് അനുസരിക്കണം, വാണിംഗ് ആണത്. യെല്ലോ ലൈറ്റുകളെല്ലാം ഒരു ഇൻഫർമേഷൻ ആണ്.
വണ്ടിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടാവാം, ഇല്ലായിരിക്കാം. ഓക്കെ, നമുക്കൊന്ന് മൂവി നോക്കാം ഈ വണ്ടി. ഇനി എന്ത് ചെയ്യണം വേണം പറ. വണ്ടിയിൽ കയറി മേഡം സീറ്റ് അറേഞ്ച് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടി വരും? ഓഫ് ചെയ്യരുത്, ഓണാക്കി വയ്ക്കും. ഓണാക്കി വയ്ക്കും. എൻജിൻ ഓൺ ആയാൽ മാത്രമേ ഇതിന്റെ ബ്രേക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ എൻജിൻ ഓൺ ആണോ വണ്ടിയുടെ? അപ്പൊ എൻജിൻ ഓൺ ചെയ്യും. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ന്യൂട്രലാണോ നോക്കണം. ഓൾറെഡി വണ്ടി ന്യൂട്രലാണ്. സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, മതി മതി. ഹോൾഡ് ചെയ്യണ്ട കീയില്. ഇപ്പൊ അവസാനം ഒരു ഒച്ച കേട്ടില്ലേ? കീ ഹോൾഡ് ചെയ്യുമ്പോ വീണ്ടും അത് അതിന്റെ സ്റ്റാർട്ടറിന് കേടുപാടുകൾ ഉണ്ടാവും. കംഫർട്ടാണ്. വണ്ടിയിൽ കയറിയ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ വണ്ടികൾ ഇലക്ട്രിക്കൽ ആയിരിക്കും. മിറർ